നല്ല സോഫ്റ്റ് ദോശ ഉണ്ടാക്കാനായിട്ട് ദാ ഇവിടെ കാസേറ് പച്ചരി എടുത്തിട്ടുണ്ടേ. ഇനി അതിലേക്ക് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു പിടി ഉഴുന്നും കൂടി ചേർത്തിട്ട് ഏകദേശം ഒരു 4 മണിക്കൂറെങ്കിലും നമ്മൾ പൊതിർത്ത് വെക്കണം. അപ്പോൾ 4 മണിക്കൂറിന് ശേഷം അരിയൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ടേ. പൊതിർത്ത് വെക്കുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ അരിയും ഉഴുന്നൊക്കെ നന്നായി കഴുകിയിട്ട് ആ വെള്ളം തന്നെ നമുക്ക് അരക്കാനും എടുക്കാം കേട്ടോ. നമ്മൾ പൊതുവെ ഇങ്ങനെ ചെയ്യാറ്. ഇനി ഇതിൻ്റെ കൂടെ അരക്കുന്ന സമയത്ത് ഒരു പിടിയോളം ചോറ് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അരിയും ഉഴുന്നും ചോറും കൂടെ ചേർത്ത് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. വെള്ളം കൂടി പോകാതെ ശ്രദ്ധിക്കണം, കാരണം സോഫ്റ്റായി കിട്ടാൻ വേണ്ടി നമ്മളിവിടെ കള്ളാണ് ചേർക്കുന്നത്. അപ്പോൾ കള്ളിൻ്റെ ആ ഒരു അളവ് കൂടെ വരുന്നത് കൊണ്ട് അധികം വെള്ളം ഒഴിക്കാതെ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. 2 തവണയായിട്ടാണ് അരി അരച്ചെടുക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ തവണ അരക്കുന്ന സമയത്ത് അതിലേക്ക് വെള്ളത്തിന് പകരം ആദ്യം കള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 1/4 ഗ്ലാസോളം കള്ള് വേണ്ടി വരും. അപ്പോൾ അത്രയും കള്ള് ചേർത്തിട്ട് വെള്ളം വേണമെങ്കിൽ പിന്നെ ആഡ് ചെയ്താൽ മതി. അങ്ങനെ മാവൊക്കെ കംപ്ലീറ്റ് അരച്ച് കഴിഞ്ഞിട്ട് അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മിക്സ് ചെയ്യുന്നത് കൂടിയാണ് നമ്മുടെ ദോശ നന്നായി സോഫ്റ്റ് ആവാനുള്ളൊരു മെയിൻ റീസൺ. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഉപ്പ് ഇവിടെ മിക്സ് ചെയ്യാറില്ല, ജസ്റ്റ് ഇതുപോലെ അങ്ങ് മുകളിൽ ഇട്ട് കൊടുക്കും. ഇനി അടച്ച് വെച്ച് ഏകദേശം ഒരു 6 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കണം. ഇപ്പം പൊതുവെ കാലാവസ്ഥ കുറച്ച് തണുപ്പായതുകൊണ്ട് ഒരു ചൂട് കിട്ടിയാലാണ് നന്നായി പൊങ്ങി വരിക മാവൊക്കെ. അപ്പോൾ അതുകൊണ്ട് അടുപ്പിൻ്റെ തിണ്ണയിലാണ് കേട്ടോ ഇത് വെക്കുന്നത്. 6 മണിക്കൂറിന് ശേഷം മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. മാവ് ഒന്ന് ലൂസായി വരണം അത്യാവശ്യം. പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായി കഴിഞ്ഞാൽ ഒരു കയ്യിൽ മാവ് ഒഴിച്ച് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു സൈഡ് മാത്രം നിങ്ങൾക്ക് മൊരിഞ്ഞാൽ മതി എന്നാണെങ്കിൽ ഈ ഒരു ടൈമിൽ ഇനി മറച്ചിടാൻ നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇവിടെ എല്ലാവർക്കും 2 സൈഡും നല്ല ബ്രൗൺ ആയിട്ട് വരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ മറച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു പലഹാരം തന്നെയാണ് കേട്ടോ ഇത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നമ്മൾ കള്ളുദോശ എന്നാണ് പറയുക ഇവിടെ. കള്ളുദോശ ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട. അതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് നല്ല കടലക്കറിയോ ചെറുപയർ കറിയോ അല്ലെങ്കിൽ മീൻ കറിയോ പരിപ്പ് കറിയോ, ഇനി ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ കറിയോ, എന്തായാലും ഏതും കോമ്പിനേഷനായിട്ട് ചേർക്കാൻ പറ്റുന്ന ഒരു നല്ല പലഹാരം തന്നെയാണ്, അല്ലെങ്കിൽ നല്ലൊരു ദോശ തന്നെയാണ്. കുട്ടികൾക്കൊക്കെ ആയാലും ഇത് വെറുതെ ആയാലും കൊടുക്കാൻ പറ്റും. അതുപോലെ ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ പഞ്ചസാര വെതറിയിട്ടും കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. അതും നല്ല രസമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കള്ള് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ മുന്നത്തെ വീട്ടിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങയുടെ വെള്ളം ഒരു 2 ദിവസം മുന്നേ എടുത്ത് വെച്ചിട്ടും ഇതുപോലെ ദോശ ആക്കുന്ന സമയത്ത് ഒഴിച്ചിട്ട് ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. ആ ഒരു കള്ളിൻ്റെ അതേ ആ ഒരു യൂസ് തന്നെ നമുക്ക് കിട്ടും തേങ്ങ വെള്ളം എടുക്കുന്ന സമയത്തും. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കള്ള് ദോശയ്ക്ക് ഇന്നിവിടെ ചിക്കൻ കറിയാണ് കോമ്പിനേഷൻ. ചിക്കൻ കറിയും കള്ള് ദോശയും, വേറെ എന്താ വേണ്ടേ? സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആയി. ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം.